ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 8 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഹൈക്കോടതികളെക്കുറിച്ചും മറ്റ് കീഴ്ക്കോടതികളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സീരീസിൻ്റെ പാർട്ട് 1-ൽ നമ്മൾ സുപ്രീം കോടതിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹൈക്കോടതി സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും വലിയ നീതിന്യായ പീഠമാണ് ഹൈക്കോടതി. ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പുകൾ ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ്. ഇതിൽ ആർട്ടിക്കിൾ 214 പ്രകാരമാണ് ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ആർട്ടിക്കിൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. എന്നാൽ നിയമം വഴി 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്കും ഒരു യൂണിയൻ പ്രദേശത്തിനും വേണ്ടിയോ ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാൻ ഈ വകുപ്പ് പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ നിലവിൽ വന്നത് 1862-ലാണ്. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലാണ് 1862-ൽ ആദ്യമായി ഹൈക്കോടതികൾ സ്ഥാപിച്ചത്. അടുത്തതായി ഹൈക്കോടതി ജഡ്ജിമാരെക്കുറിച്ചാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? സുപ്രീം കോടതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 31. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണെന്ന് പ്രത്യേക വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇല്ല. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണെന്ന് തീരുമാനിക്കുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. എന്നാൽ ഇവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇവർ രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. ഒരു സ്ഥലത്താണ് മാറ്റമുള്ളത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് മാത്രം ഗവർണറാണ്. ഇവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യത, ഇത് ഹൈക്കോടതി ആയതുകൊണ്ട് സംസ്ഥാനങ്ങളിലായതുകൊണ്ടും നിങ്ങൾ ഗവർണറാണ് നിയമിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗവർണർ ഇവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സുപ്രീം കോടതി ജഡ്ജിമാരെ പോലെ തന്നെ രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിയാവാനുള്ള യോഗ്യതയാണ് ഇനിയും പറയുന്നത്. ഒന്നാമത്തെ യോഗ്യത, ഹൈക്കോടതി ജഡ്ജിയാകുന്നയാൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. കൂടാതെ ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായി 10 വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി 10 വർഷത്തെ പരിചയം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം. അപ്പോൾ എന്തൊക്കെയാണ് ഹൈക്കോടതി ജഡ്ജിയാവാനുള്ള യോഗ്യത? നിർബന്ധമായും വേണ്ടത് ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നീട് ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായി 10 വർഷത്തെ പരിചയം, അതില്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി 10 വർഷത്തെ പരിചയം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വേതനം 2.5 ലക്ഷം രൂപയാണ്. ഇത് പുതുക്കിയ വേതനമാണ്. അതുപോലെ ഹൈക്കോടതി ജഡ്ജിയുടെ വേതനം 2.25 ലക്ഷം രൂപയുമാണ്. ഇന്ത്യയിലെ ഹൈക്കോടതികൾ, ഇന്ത്യയിൽ ആകെ ഹൈക്കോടതികളുടെ എണ്ണം ഇപ്പോൾ 25ആണ്. മുമ്പ് 24 ഇപ്പോൾ ഒരു ഹൈക്കോടതിയും കൂടെ വന്നതോടുകൂടി 25ആയി. കൂടുതൽ അധികാര പരിധിയുള്ള ഹൈക്കോടതി ഗുവാഹട്ടി ഹൈക്കോടതിയാണ്. ഗുവാഹട്ടി ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള സംസ്ഥാനങ്ങൾ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നിവയാണ്. ഏറ്റവും പഴയ ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഹൈക്കോടതി ഏതാണ്?
25ാമതായി ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ട ഹൈക്കോടതിയാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. ഇത് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമായ അമരാവതിയിലാണ്. ഇന്ത്യയിൽ കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് പെടുന്നത്? കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. പോണ്ടിച്ചേരി ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിലാണ് പോണ്ടിച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടുന്നത്. ഗോവയും ദാമൻ ദിയുവും ദാദ്ര നഗർ ഹവേലിയുമൊക്കെ ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. തെലുങ്കാന സംസ്ഥാനം ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? ഹൈദരാബാദ് ഹൈക്കോടതിയാണ് തെലുങ്കാന സംസ്ഥാനത്തെ ഹൈക്കോടതി. സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹിയാണ്. ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി ജഡ്ജി CS കർണനാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ ഇന്ത്യൻ വനിത ലീല സേത്താണ്. ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതിയിലാണ് ലീല സേത്ത് ചീഫ് ജസ്റ്റിസായത്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത മലയാളിയായ അന്ന ചാണ്ടിയാണ്. ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനിയും പറയാൻ പോകുന്നത്, കേരള ഹൈക്കോടതിയെക്കുറിച്ച്. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ 1-നാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതി പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2006 ഫെബ്രുവരി 11-നാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2006 ഫെബ്രുവരി 11-നാണ്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ കെട്ടിടം. കേരള സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, അതായത് PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ കെട്ടിടം കേരള ഹൈക്കോടതിയാണ്. രണ്ടാം സ്ഥാനമുള്ളത് കേരള നിയമസഭാ മന്ദിരമാണ്. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണെന്ന് ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് ലക്ഷദ്വീപ് ഉൾപ്പെടുക. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള ജില്ലകളുടെ എണ്ണം 15ആണ്. ഇത് ലക്ഷദ്വീപ് കൂടെ ഉൾപ്പെടുന്നതുകൊണ്ടാണ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള ജില്ലകളുടെ എണ്ണം 15 കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശി. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഹൃഷികേഷ് റായി ആണ്. കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസാണ് ഹൃഷികേഷ് റായി. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിതയെ ചോദിച്ചാൽ അത് KK ഉഷയുമാണ്. കേരള ഹൈക്കോടതി ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറും കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷയുമാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. ന്യൂവാൽസിൻ്റെ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. കേരളത്തിലെ നിയമ സർവകലാശാലയായ ന്യൂവാൽസിൻ്റെ ചാൻസലർ എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂവാൽസിൻ്റെ ഇപ്പോഴത്തെ ചാൻസലർ ആരാണ്? ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ഹൃഷികേഷ് റായിയാണ് ന്യൂവാൽസിൻ്റെ നിലവിലെ ചാൻസലർ. നമ്മളെപ്പോഴും കൂടുതലായി പഠിക്കുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചും ഹൈക്കോടതികളെക്കുറിച്ചുമാണ്. എന്നാൽ ഇവയല്ലാതെ മറ്റു കോടതികൾ ഉണ്ടല്ലോ, കീഴ്ക്കോടതികൾ. ഈ കീഴ്ക്കോടതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 14 ജില്ലാ കോടതികളാണ് കേരളത്തിൽ ഉള്ളത്. 29 അഡീഷണൽ ജില്ലാ കോടതികളും 51 സബ് കോടതികളും 82 മുനിസിപ്പൽ കോടതികളും 16 മജിസ്ട്രേറ്റ് കോടതികളും 38 ഫാസ്റ്റ് ട്രാക്ക് കോടതികളും 16 കുടുംബ കോടതികളും ഇതിൽ ഉൾപ്പെടും.
ഇവയാണ് കേരളത്തിലെ കീഴ്ക്കോടതികൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമനക്കുഞ്ഞമ്മയാണ്. ലോക് അദാലത്ത്. എന്താണ് ലോക് അദാലത്ത്? വാദികളെയും പ്രതികളെയും കോടതിയിൽ വിളിച്ചു വരുത്തി പരസ്പര സമ്മതത്തോടെ കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന രീതിയാണ് ലോക് അദാലത്ത് എന്നറിയപ്പെടുന്നത്. ലോകരുടെ കോടതി, ജനങ്ങളുടെ കോടതി എന്നൊക്കെയാണ് ലോക് അദാലത്തിൻ്റെ അർത്ഥം. ഇന്ത്യയിൽ ലോക് അദാലത്ത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ദക്ഷിണേന്ത്യയിൽ ലോക് അദാലത്ത് ആദ്യമായി നടപ്പിലാക്കിയത് തിരുവനന്തപുരത്തും ആണ്. അപ്പോൾ ലോക് അദാലത്ത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ദക്ഷിണേന്ത്യയിൽ അത് കേരളത്തിൽ തിരുവനന്തപുരത്തുമാണ്. ഇനി ഇന്ത്യയിലെ കോടതികളെ സംബന്ധിച്ചുള്ള മറ്റു ചില വിവരങ്ങളാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഭോപ്പാലാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത് 2010 ഒക്ടോബർ 18 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത് 2010 ഒക്ടോബർ 18 ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി മാൾഡയാണ്. പശ്ചിമ ബംഗാളിലെ മാൾഡ കോടതിയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച കോടതി കൽക്കട്ട കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യ മൊബൈൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിൽ ആദ്യ മൊബൈൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാനയാണ്. വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന പുതിയ ക്ലാസ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.